നമസ്കാരം. അവിചാരിതമായി ഉണ്ടാകുന്ന പ്രശസ്തി നമ്മളെ അമ്പരപ്പിക്കും. അത് ഒരുപക്ഷെ ഹ്രസ്വകാലത്തേക്ക് നിലനിൽക്കുന്ന ഒന്നാവാം. അത്തരം അനുഭവങ്ങൾ നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിലും ഉണ്ടാകാം. അത്തരത്തിൽ ഉള്ള ഒരനുഭവം ആണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 2017 ഗോവൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മനോഹർ പരീക്കർ അദ്ദേഹം കേരളത്തിൽ വരികയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു റാലിയിൽ പങ്കെടുക്കുകയും ആ റാലിയിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു. ആ പ്രസംഗത്തിലെ ഒരു പരാമർശം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഗോവ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, കേരളം ഭരിക്കുന്നത് തെമ്മാടികളാണ്. അന്ന് വളരെ വിവാദമായ ഒരു പരാമർശമാണ്, വളരെ പ്രകോപനപരമായ ഒരു പരാമർശമാണ്. തെമ്മാടികളാണ്, കേരളം ഭരിക്കുന്നത് തെമ്മാടികളാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു, കേരളം ഭരിക്കുന്നത് തെമ്മാടികളാണോ എന്നൊരു ചോദ്യം ഉന്നയിക്കുക വളരെ പ്രധാനമാണല്ലോ. അപ്പം ഒരർത്ഥത്തിൽ തെമ്മാടികളാണ്. എന്താണ് ഇവർ കാണിച്ച തെമ്മാടിത്തം? അവർ ഫ്യൂഡലിസത്തിൻ്റെ കാലത്ത് അടിമ ജീവിതം നയിക്കേണ്ടി വന്ന സാമാന്യ ജനങ്ങൾക്ക് അധികാരത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും അവകാശബോധത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ലഹരി പടർന്നു. ആ ലഹരിയാണ് പിന്നീട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ ഗവൺമെന്റ് ആവിർഭവിക്കുന്നതിലേക്ക് നയിച്ചത്. അതാണ് തെമ്മാടിത്തരം. അതായത് കേരളത്തിലെ സവർണരായിട്ടുള്ള ഭൂപ്രഭുക്കളെ തറപറ്റിച്ചുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം, അതേപോലെ സമതാബോധമുള്ള ഒരു സമൂഹം എന്ത് ചെയ്യുന്നത്, ഉടലെടുക്കുന്നത്. അപ്പൊ ഈ ചിന്ത, മനോഹർ പരീക്കറുടെ ഈ തെമ്മാടി എന്ന വിളിയും ആ വിളി നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടാക്കിയ പ്രതിഫലനങ്ങളിൽ നിന്നാണ് തെമ്മാടികൾ എന്നൊരു കവിത, ഒരു ഗദ്യ കവിത രചിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം. ആ കവിത ഇങ്ങനെയാണ്. അതൊരു ഗദ്യ കവിതയാണ്. നമ്മുടെ കവിതയുടെ പരമ്പരാഗത ചിട്ടവട്ടങ്ങൾക്കൊന്നും വഴങ്ങുന്ന രീതിയിലുള്ള വലിയ കവിതയൊന്നുമല്ല. ഒരു നമുക്ക് സമകാലികമായി പറയേണ്ട ഒരു രാഷ്ട്രീയത്തെ ശക്തമായി പറയാൻ ശ്രമിച്ച ഒരു കവിത മാത്രമാണ് തെമ്മാടികൾ. ജന്മിയുടെ കളപ്പുരയിലേക്ക് സ്വന്തം ഭാര്യയെയും പെങ്ങളെയും അയക്കാത്തവർ തെമ്മാടികൾ. രാവന്തിയോളം പാടത്ത് പണിയെടുത്തിട്ടും ഒരു പിടി നെല്ലും വാങ്ങി കൂരയിലേക്ക് ഓടും. പശി സഹിക്കാൻ വയ്യാതെ തളർന്നുറങ്ങുന്ന കിടാങ്ങൾ. നെല്ലുകുത്തിച്ചേറി കഞ്ഞിവെള്ളമാക്കി മൺപാത്രത്തിൽ ഒഴിച്ച് അവറ്റകളെ വിളിച്ചുണർത്തി കൊടുക്കുന്ന അടിയാത്തിക്ക് അരിവാളും ചെങ്കൊടിയും കൊടുത്ത് പ്രതിരോധിപ്പിക്കാൻ പഠിപ്പിച്ചവർ തെമ്മാടികൾ. പാടത്ത് ചവിട്ടിത്തേച്ച അധ്വാന മൂല്യത്തെ വിലപേശി വിൽക്കാൻ പഠിപ്പിച്ച തെമ്മാടികൾ. സ്കൂളിലും മാനേജരെ വീട്ടിലും വിടുവേല ചെയ്ത ഗുരുക്കന്മാർക്ക് നട്ടെല്ല് നൽകിയവർ. അവർ നിവർന്നു നിന്ന് പഠിപ്പിച്ചപ്പോൾ ക്ലാസ്സിരുന്ന് പഠിച്ച തലമുറ തെമ്മാടികൾ. ഇതെല്ലാം ഇപ്പോഴും നടമാടുന്ന നാട്ടിൽ നിന്ന് വരുന്നവർ, കീഴടക്കി ഭരിച്ച വൈദേശിക രക്തത്തിന്റെ ചൂരുള്ളവർ നമ്മെ നോക്കി ഗർജിക്കുന്നു. തെമ്മാടികൾ, അതെ, ഞങ്ങൾ തെമ്മാടികൾ. ഇതായിരുന്നു ആ കവിത എന്ന് പറയുന്നത്. അപ്പൊ ഈ കവിത, ഈ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ മുദ്രാവാക്യ കവിത എന്നൊക്കെ നമുക്ക് ആക്ഷേപിക്കാൻ പറ്റുന്ന ഈ കവിത വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ആ കാലത്ത് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ഒരുപാട് പേര് ഈ സംഭവം വായിക്കുകയും അവരാൽ പ്രചരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. ഇവിടെ ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായത്, അത് പ്രചരിച്ചത് കേരളത്തിലെ പ്രശസ്തമായ കവിയായിട്ടുള്ള കുരീപ്പുഴ ശ്രീകുമാറിന്റെ പേരിലാണ്. അപ്പം അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ കവിത പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പം ഞാൻ ഈ കവിത ഒരു മീഡിയയിൽ കണ്ടു. ഈ മീഡിയയിൽ കണ്ട സമയത്ത് ഞാൻ എൻ്റെ മുതിർന്ന സുഹൃത്തായിട്ടുള്ള ടി ശ്രീകുമാർ, അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള അധ്യാപകനും അതേപോലെ തന്നെ
കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തെ, സാംസ്കാരിക മണ്ഡലത്തെ അലങ്കരിക്കുന്ന ഒരു മനീഷിയുമാണ്, പ്രഭാഷകനാണ്, ചിന്തകനാണ്. അപ്പം അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ഞാൻ എഴുതുന്ന എല്ലാ കാര്യങ്ങളും ടി ടി ശ്രീകുമാർ അയച്ചു കൊടുക്കുകയും അദ്ദേഹം അത് വായിക്കാറുണ്ട്. അദ്ദേഹം ഏത് മാനസിക ഭാവത്തോടെയാണ് ഇതെല്ലാം കാണുന്നത് എനിക്കറിയില്ല, എങ്കിൽ കൂടി എഴുതുന്നത് അത്രയും ആ കാലയളവിൽ ഞാൻ ടി ടി ശ്രീകുമാറിന് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ടി ടി ശ്രീകുമാർ എന്നോട് പറഞ്ഞു, ഈ കവിത, ഈ പ്രസിദ്ധീകരിക്കപ്പെട്ട കവിത എൻ്റെ കവിതയാണ്, പക്ഷേ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ പേരിലാണ് ഈ കവിത പ്രസിദ്ധീകരിച്ച് കണ്ടിട്ടുള്ളത്. അപ്പം മീഡിയയിലും ഭയങ്കരമായിട്ട് ഈ ഒരു ന്യൂസ് ആദ്യം വന്നിട്ടുണ്ടായി. അപ്പം ആ ഒരു സംസാരത്തിന് ശേഷം ഇത് പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ ഒരു തിരുത്ത് രൂപത്തിൽ കൊടുക്കാൻ തുടങ്ങി. പേര് മാറ്റി യഥാർത്ഥത്തിൽ എൻ്റെ പേര് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ന്യൂസ് വന്നു. പിന്നീട് കുരീപ്പുഴ ശ്രീകുമാർ തന്നെ ഈ കവിത എൻ്റേതല്ല എന്നും ഈ കവിത രചിച്ച രചയിതാവിന് അഭിനന്ദനങ്ങൾ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ന്യൂസ് പ്രത്യേകം വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ചില സംഭവങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും ഒരു നൈമിഷിക പ്രശസ്തിയുടെ ഒരു ഭാരം ആ കാലയളവിലെങ്കിലും നമ്മളെ ബാധിക്കുകയും അതെല്ലാം ഒരു ഓർമ്മകൾ പോലെ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് എളുപ്പം പിന്തള്ളപ്പെട്ടു പോവുകയും എഴുതിയ ആളും സംഭവമൊക്കെ എന്താണ് വിസ്മൃതിയിൽ ആളുകയും ചെയ്യും. അതാണ് ചരിത്രം, അതാണ് സമൂഹം, അതാണ് നമ്മുടെ ജനതയുടെ മുന്നോട്ടുള്ള പ്രയാണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്താ ലിങ്കുകൾ ഈ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൗതുകമുള്ള ആ ഒരു വാർത്തകളോട് അല്ലെങ്കിൽ ആ ഒരു കാലത്തെ ആ ഒരു നൈമിഷിക സംഭവത്തോട് കൗതുകമുള്ള ആർക്കും അത് വായിച്ചു നോക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.